എന്താ അബ്ബാസ് കാറ്റുള്ളാനിരിക്കുകയാണ് അവിടെ? അസ്സലാമു അലൈക്കും മുത്തുമണികളെ, അബ്ബാസ് കല്ലൂട്ടിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നിട്ടുള്ളത് കാറ്റെല്ലാം വന്നിരുന്നല്ലോ. ഇവിടെ നമുക്ക് നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ള നല്ലൊരു ഓക്സിജൻ കിട്ടുന്ന നല്ല ഏരിയ കേട്ടോ. നമ്മൾ കോഴിക്കോട് ജില്ലയിൽ കൂടറഞ്ഞി ഭാഗത്ത് നല്ല അടിപൊളി ഒരു ഏക്കർ 60 സെൻറ്റ് സ്ഥലം. അത് നമുക്കതിൽ എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഓണർ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ 1.5 ഏക്കർ സ്ഥലത്തിന് അത് നല്ലൊരു വ്യൂ ആണ്. ഈ കാണുന്ന കൂടറഞ്ഞി ക്രിസ്ത്യൻ ചർച്ചാണ് ആ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ നല്ല ഫുള്ളായിട്ട് സ്കൂളിൽ കാണുന്നുണ്ട്. തൊട്ടടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുണ്ട്, വെള്ളത്തിൻ്റെ സൗകര്യങ്ങളുണ്ട്. നമ്മളെ പറമ്പിൻ്റെ അതിരിൽ 2 കിണറുണ്ട്. രണ്ടും നമ്മളതല്ല, നമ്മളെ കുത്തിയാൽ വെള്ളം കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടിലും ഇഷ്ടംപോലെ വെള്ളമുണ്ട്, വേനൽക്കാലം മയക്കാത്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഓണറോട് നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. എത്ര സെൻറ്റാണ്, എത്രയാണ് വില ഉദ്ദേശിക്കുന്നത്, എങ്ങനെ ഏത് ഭാഗത്താണെന്നൊക്കെ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എവിടെ സ്ഥലം വരുന്നത്? ഇത് കൂടരഞ്ഞി ടൗണിൽ നിന്ന് മലയോര ഹൈവേന്ന് 5 മിനിറ്റ് ദൂരത്തിലുള്ളൂ കയറാനുള്ളൂ ഇങ്ങോട്ട്. അപ്പോൾ കൂടരഞ്ഞി നമ്മളെ ഹൈവേയിൽ നിന്ന്, അതായത് നമ്മൾക്ക് ഒരു ബൈപ്പാസ് റോഡുണ്ട്. ബൈപ്പാസ് റോഡിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ സ്ഥലത്തിന് പേരെന്താ? ഇവിടേക്ക് കൊളപ്പാറക്കുന്ന്. അതായത് തുടക്കത്തിൽ ഒരു ചെറിയ കയറ്റുണ്ട്. അത് കഴിച്ചാൽ പിന്നെ ബാക്കിയൊക്കെ ബെറ്റർ തന്നെ കേട്ടോ. പിന്നെ ആ ഒരു കയറ്റം നമുക്ക് സ്കൂട്ടിന് മുകളിലും കാറിന് മുകളിലും എല്ലാം വരാം, ബുദ്ധിമുട്ടൊന്നും. ടാറിംഗ് റോഡ് തന്നെയാണ്. അപ്പം എത്ര ഏക്കർ സ്ഥലമാണ് വരുന്നത്? 1 ഏക്കർ 60 സെൻറ്റ് സ്ഥലം. 1 ഏക്കർ 60 സെൻറ്റ് സ്ഥലം. എന്തൊക്കെയാണ് അതിലുള്ളത്? ഇത് 160 റബ്ബറുണ്ട്, പിന്നെ 35 തെങ്ങ്, ഒരു 100ന്റെ മുകളിൽ കവുങ്ങുണ്ട്, പിന്നെ പ്ലാവ്, മാവ് എല്ലാം ഉണ്ട്. അപ്പോൾ കുരുമുളക് കാര്യങ്ങൾ, പ്ലാവ്, അതുപോലെ തന്നെ വെള്ള സൗകര്യം ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറമ്പിൻ്റെ മുന്നിൽ കൂടെ റോഡ് വേറെ പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ സ്ഥലത്തിന് പാർട്ടി ആവശ്യപ്പെടുന്ന വില എത്രയെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ, അത് നിങ്ങൾ പറയാത്തത്? സെന്റിന് 34,000 റുപ്യാണ് ചോദിക്കുന്നത്. ഒരു സെന്റ് സ്ഥലത്തിന് 34,000 റുപ്യ ചോദിക്കണേ. നിങ്ങൾ നോക്കിയോളൂ മക്കളെ, ലക്ഷക്കണക്കിനാണ് ഓരോരുത്തർ സെന്റ് വാങ്ങണത്. 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ കൊടുത്തിങ്ങാണ്ട് തെങ്ങും തോട്ടം വാങ്ങുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം തരക്കേടില്ലാതെ നിങ്ങൾക്ക് വരുമാനം എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം. ഇനി അതല്ല, ഇങ്ങനെ ഒരു ചെറിയൊരു ഷെഡൊക്കെ അടിച്ച് വീടൊക്കെ വെച്ച്, വണ്ടി സൈറ്റാണ്. നായ്ക്കൂർക്കെന്ന് കറക്റ്റ് നമുക്ക് ഇവിടെ സൈറ്റിൽ ഇപ്പോഴും എത്തും. അപ്പോൾ ഒരു വീടൊക്കെ വെച്ച് താമസിക്കണമെങ്കിൽ അങ്ങനെ താമസിക്കണമെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. നല്ല അടിപൊളി തെങ്ങ്. അപ്പം ഈ കാണുന്ന സ്ഥലം മക്കളേതാ നോക്കിക്കോളി. സ്ഥലത്തിൻ്റെ ബാക്കി എല്ലാ ഭാഗങ്ങളും ഞാൻ കാണിച്ചു തരാം. എന്താ ഇങ്ങനെയാണ് സ്ഥലത്തിൻ്റെ ഒരു കിടപ്പുള്ളത്. കുറച്ച് ഈ ഒറ്റപ്പെട്ട കല്ലുകളൊക്കെ നമുക്ക് ഈ സ്ഥലത്തിൽ വരുന്നുണ്ട്. എന്നിരുന്നാലും ഇതാ ആ നീല കാണുന്ന കിണറാണ്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വീട് വെച്ച് താമസം, വീട് പൊളിഞ്ഞു പോയതാണ്. ഞാൻ എൻ്റെ ഒരു വിഷയം കാണിച്ചു തരാം. വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ഇവിടെ ഈ താഴെ ഭാഗത്തൊക്കെ നമ്മൾ വീടുകളുണ്ട്. ഇനിയിപ്പോൾ ഒരു റിസോർട്ട് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുക. കാരണം അത്രയ്ക്ക് വ്യൂ അവിടുന്ന് നല്ല കാറ്റും വെളിച്ചവും നല്ല വ്യൂ ഉള്ളൊരു പ്ലോട്ടാണ്. ഇപ്പോൾ താഴത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ചെയ്യാനോ അതിനൊക്കെ പറ്റും. കോഴി ഫാം കാര്യങ്ങൾ ചെയ്യാൻ അടുത്ത് വീടുള്ളതുകൊണ്ട് പറ്റുന്നുണ്ടാവില്ല. ഓക്കെ. അപ്പോൾ അതൊരു വരുമാന സ്രോതസ്സിനായിട്ട് എടുക്കാം. അയനിപ്ലാവുണ്ട്, പ്ലാവുണ്ട്, അതുപോലെ തന്നെ മാവുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, തേക്ക് വരുന്നുണ്ട്, ഒരുപാട് കുരുമുളക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചേർന്നിട്ടുള്ള റബ്ബർ ഭാഗം ഇതിലുണ്ട്. ആ റബ്ബറിൻ്റെ ഭാഗമൊക്കെ ഞങ്ങളെ കാണിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഏരിയ തന്നെയാണ്. തെങ്ങ് മോശമില്ലാത്ത തെങ്ങ്, അതാ തേങ്ങയ്ക്കുള്ള തെങ്ങ് തന്നെയാണ്. ഓക്കെ. അത്യാവശ്യം നല്ല തെങ്ങും കാര്യങ്ങളൊക്കെ അതുണ്ട് കേട്ടോ. ഇതാ നല്ല പച്ചപ്പുള്ള തെങ്ങാണ്. നല്ല പറമ്പാണ്, നല്ല മണ്ണാണ് കേട്ടോ. അതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ടൗണിൽ നിന്ന് നമുക്കൊരു 5-6 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പറമ്പിലെത്താൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ, കാലങ്ങൾക്ക് മുമ്പേ ഇതാ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീടൊക്കെ പൊളിച്ചു പോയതാണ്. ഇതാ നോക്കി നിങ്ങൾ, അവിടെ കാണില്ലേ, ഇതൊരു വീടായിരുന്നു. ഇത് നമ്മുടെ സ്ഥലമല്ല കേട്ടോ. അപ്പോൾ ആ കിണറൊക്കെ ഞാൻ കാണിച്ചപ്പം ഈ കിണറ്റിലൊക്കെ നമുക്ക് എന്തുണ്ട്, വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല. അപ്പോൾ അത് വെള്ളം കിട്ടുമെന്ന് വെച്ചാൽ ഒരു 5 മീറ്റർ 6 മീറ്ററാണ് നമുക്ക് ഇവിടെ നിലവിലുള്ള കിണറിൻ്റെ ഒക്കെ താഴ്ച കേട്ടോ. വെള്ളമുള്ള ഏരിയ, ഉയർന്ന പ്രദേശമാണെന്ന് ഓർത്തിട്ട് എന്തൊരു വെള്ളമില്ലാത്തൊരു മേഖല എന്നല്ല. അപ്പോൾ മക്കളെ ആ കാണുന്ന കിണറുകളുണ്ട്. ഒരു ചെറിയ നീല കാണില്ല, നിങ്ങൾ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. മൂപ്പര് ആകെ 6 മീറ്ററാണുള്ളത് കേട്ടോ. ഇഷ്ടം പോലെ വെള്ളം വേനൽക്കാലത്തും മഴക്കാലത്തും ഉണ്ട് കേട്ടോ. അപ്പം എന്തോ പറഞ്ഞ് നിങ്ങൾ ഇടങ്ങാറാക്കുന്ന പരിപാടി നമ്മളെ കയ്യിലില്ല. ഒക്കെ ഇങ്ങ് വന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ. മുകളിലെ റബ്ബറൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഒന്ന് കാടൊക്കെ അപ്പോൾ കാട് വെട്ടി വൃത്തിയാക്കി, നമ്മളെ ഷൂട്ടിങ്ങിന് വേണ്ടി കാട് വെട്ടി വൃത്തിയാക്കിയതാണ്. ഇതൊരു പുളമരമാണ്. പുളമരം 1-2 ഉണ്ട്. അപ്പോൾ 2-3 തെങ്ങൊക്കെ തല പോയതും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റബ്ബറിൻ്റെ ഭാഗം ഒന്ന് കാണാം കേട്ടോ. ഫുള്ളായിട്ട് പ്ലാസ്റ്റിക് ഇട്ട് വെട്ടിക്കൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എത്ര വെട്ടിയെന്നൊക്കെ നോക്കിയോളിതാ. എനിക്ക് ഈ റബ്ബറിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നും എൻ്റെ അടുത്തില്ല. 1 2 3 4 നാലാമത്തെ വട്ട, നമ്മുടെ ഭാഗം 4-ാം വട്ട വെട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഒരു സ്ഥലം ഇതാ എന്തുകൊണ്ടും സൂപ്പർ സ്ഥലമാണ്. ആർക്ക് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതാ നോക്കിക്കോളി.
നിങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ചെറിയ തട്ടുതട്ടായിട്ട് ഇങ്ങനെ കയറി പോകുന്ന സ്ഥലമാണ്. നല്ലൊരു സൈലൻറ്റ് ഏരിയ ആണ് കേട്ടോ. ഒരാൾ പന്നിശല്യം തീരെയില്ല. അത് നമ്മുടെ വന്നപ്പോൾ പന്നിശല്യമുള്ള ഭൂമി കണ്ടാൽ നമുക്ക് പ്രത്യേകം അറിയാം, തീരെ പന്നിശല്യവും ഇല്ല. അപ്പം തേക്ക് കാര്യങ്ങളൊക്കെ അതിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് തേക്കുണ്ട്. 1-2 ഉള്ളൂ കേട്ടോ, കുറേയൊന്നുമില്ല. അപ്പം നല്ല റബ്ബറാണ്, തരക്കേടില്ലാത്ത റബ്ബറുമാണ്. അപ്പം പ്ലാവ്, അയിനിപ്ലാവ് ഇങ്ങനെയുള്ള കുറച്ച് പടുമരങ്ങൾ അതൊക്കെ അതുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്, താല്പര്യമാണ് ഇങ്ങനെ ഒരു ഭൂമി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നിങ്ങൾ മറക്കണ്ട, നേരെ വന്നോളി. ഓണർ നമ്പർ കൊടുക്കുന്നുണ്ട്, പോലെ വിളിക്കുക, നേരിട്ട് സൈറ്റ് വന്ന് കാണുക. കണ്ടതിന് ശേഷം നമുക്ക് കച്ചവടത്തിലിരിക്കുക, നമ്മളുണ്ടാവും. കച്ചവടമൊക്കെ ചെയ്തെന്ന് റാഹത്തായിട്ട് നമുക്ക് പിരിയാൻ പറ്റും. ഇതാ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ ഇങ്ങനെയാണ് കാണുക കേട്ടോ. ഫുള്ള് വെട്ടി വൃത്തിയാക്കി. തെങ്ങൊക്കെ നോക്കി നിങ്ങൾ. ഇതാ തെങ്ങ് കായില്ലാതെ വരുന്ന കുറച്ച് ആൾക്കാർ വേറെ ഉണ്ട്. ഇതാ കണ്ടോളി, തെങ്ങാണ് കാണുന്നത്. ഇതാ നല്ല കായാണ് കേട്ടോ. അപ്പോൾ ഏത് തെങ്ങ് നോക്കുകയാണെങ്കിൽ നല്ല കായുണ്ട്. അപ്പോൾ സ്ഥലം വരുന്നത് നമുക്ക് കോഴിക്കോട് ജില്ലയിൽ മുക്കം കൂടരഞ്ഞി സ്ഥലത്തിന് വരുന്ന കൊളപ്പാറക്കുന്ന്. അതായത് മുക്കം നമ്മൾ കൂടരഞ്ഞി നമുക്ക് ഒരു ബൈപ്പാസ് റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബൈപ്പാസ് റോഡ് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് റൈറ്റിലേക്ക് കയറി പോരാം. ഓക്കെ, ചെറിയൊരു കയറ്റം കയറി കഴിഞ്ഞാൽ നേരം എത്തി. അത് ചെറിയൊരു കയറ്റമുള്ളൂ, ഒരു 20 മീറ്റർ അല്ലെങ്കിൽ 30 മീറ്റർ അതിൽ കയറ്റമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല ടാറിംഗ് റോഡാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇങ്ങോട്ട് നായ്ക്കുറുക്കം വരുന്ന റോഡാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അത് പഞ്ചായത്തിലൊക്കെ കൊടുത്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ പണികളൊക്കെ അതിൻ്റെ മട്ടത്തിൻ്റെ സമയത്തിന് നടക്കും. മുത്തുമണികളെ, അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് ചാനൽ ഫോളോ ചെയ്യാത്ത ആൾക്കാർ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക കേട്ടോ. ഈ കാണുന്ന ഒരു ടൗണിൽ നിന്ന് നമുക്ക് പോകേണ്ടത് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞി കേട്ടോ. മുക്കം കൂടരഞ്ഞി നിന്നും ടൗണിൽ നിന്ന് ഒരു 5 മിനിറ്റ് യാത്രയേ ഉള്ളൂ നമ്മൾ ഈ പ്ലോട്ടിലേക്ക് കേട്ടോ. ഒരു വരുമാനം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരു വീട് വെച്ച് താമസിക്കുന്ന ആളുകൾക്കൊക്കെ പറ്റും കേട്ടോ. സൂപ്പർ സ്ഥലം തന്നെയാണ്, തട്ടുതട്ടായിട്ടുള്ളൊരു ഭൂമിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വിളിക്കാൻ മറക്കരുത്.